നമസ്കാരം. പിറവം സ്വദേശികളായ UK മലയാളികളെയും നാട്ടിലെയും ബന്ധുക്കളെ ആശങ്കയിലാക്കിയ പോലീസ് കസ്റ്റഡി മരണമെന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം. എൽദോ എന്ന യുവാവിന്റെ മരണത്തിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ മരണം സംഭവിച്ചു എന്നാണ് വിവരം. യുവാവിനൊപ്പം പള്ളിയിലെത്തിക്കൊണ്ടിരുന്ന ഓർത്തഡോക്സ് വിശ്വാസികളിൽ ചിലരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറസ്റ്റും പോലീസ് കസ്റ്റഡിയും എന്ന സൂചനകൾ ലഭ്യമായത്. മാസങ്ങൾക്ക് മുൻപുണ്ടായ ഗാർഹിക പീഡനം മൂലം അറസ്റ്റിലായ എൽദോയ്ക്ക് പുറത്തിറങ്ങാൻ ആവശ്യമായ രേഖകൾ നൽകാൻ സാധിക്കാതെ വന്നതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ തുടരുകയായിരുന്നു. എൽദോ ജയിലിലാണെന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് UK പരിചയക്കാർ നൽകുന്ന വിവരം. ജയിലിൽ സംഭവിച്ച മരണത്തെക്കുറിച്ച് പോലീസ് കൃത്യമായ വിവരം പുറത്തുവിടാത്ത സാഹചര്യത്തിലും എൽദോയുടെ മരണം സംബന്ധിച്ച് ദുരൂഹത പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. UK പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടായി, മലയാളി മരിച്ചു എന്നിവരെ ഇന്നലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശമെത്തിയിരുന്നു. ഇതിനൊപ്പമാണ് ഹൃദയാഘാതം എന്ന നിലയിലും മരണവിവരം പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതോടെ 3 തരത്തിലാണ് എൽദോയുടെ മരണത്തെക്കുറിച്ച് വാർത്തകൾ പ്രചരിക്കുന്നത്. തുടക്കത്തിലെ വാസ്തവം മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇതിന് കാരണമായത്. മരണം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടും ഹാംഷെയറിലെ പള്ളിയിലെത്തുന്ന അനേകം പേർക്ക് പരിചയമുള്ള എൽദോയുടെ മരണം നടന്ന കാര്യം ഇന്നലെ മറുനാടൻ മലയാളി സൂചനകളോടെ നൽകിയപ്പോൾ മാത്രമാണ് പുറത്തറിഞ്ഞത്. ഇതിനിടയിൽ മരിച്ചത് ആരെന്നാകാംക്ഷയിൽ കേരളത്തിൽ നിന്നും വിവിധ മാധ്യമങ്ങൾ ബന്ധപ്പെട്ട് തുടങ്ങി. ഇതോടെ ആയിരക്കണക്കിന് അംഗങ്ങളുള്ള പ്രവാസി പിറവം സംഗമം ഗ്രൂപ്പുകളിലും നാട്ടുകാരനായ ഒരാൾ ആകസ്മികമായി UK മരിച്ചെന്ന വിവരം അതിവേഗത്തിൽ പടരാനും കാരണമായി. ഇതിനിടയിൽ ഈ വിവരം UK നിന്ന് തന്നെ എൽദോയുടെ സഹോദരനെ തേടി എത്തുകയും ചെയ്തു. എന്തോ അപകട സൂചന മണത്ത എൽദോയുടെ മാതാവിനെയും ഇതിനിടയിൽ വൈദ്യ ശുശ്രൂഷ നൽകിയെന്നും പറയപ്പെടുന്നു. നഴ്സിംഗ് പാസ്സായ ശേഷം UK എൽദോ ആശുപത്രിയിൽ സപ്പോർട്ട് വർക്കറായി ജോലി ചെയ്യുകയായിരുന്നു. കുവൈറ്റിൽ നിന്നും 2 വർഷം മുൻപ് UK കുടുംബത്തിൽ സാമ്പത്തിക തർക്കമാണ് വഴക്കിലേക്ക് എത്തിച്ചതെന്നാണ് സൂചന. 3 വയസ്സുള്ള കുഞ്ഞിനെ പരിചരിക്കാൻ എൽദോയുടെ ഭാര്യ മാതാവും ഇവർക്കൊപ്പം ഏതാനും മാസമായി താമസിക്കുന്നുണ്ട്. എൽദോയുടെ ഭാര്യ സഹോദരനും അടുത്തിടെ ജോലി തേടി UK എത്തിയിട്ടുണ്ട്. അതിനിടെ മാസങ്ങൾ മുൻപേ സംഭവിച്ച കാര്യത്തിൽ ഭാര്യ നൽകിയ പരാതിയിൽ എൽദോ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പൊതുസമൂഹത്തിൽ കാര്യമായി ആരും അറിഞ്ഞിരുന്നില്ല. ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും മാറി താമസിക്കാൻ വിലാസം നൽകിയാൽ കസ്റ്റഡി അവസാനിപ്പിക്കുന്ന പതിവാണ് UK നിയമ സംവിധാനത്തിൽ സാധാരണ കാണപ്പെടുന്നത്. അടുത്തിടെയും സംഘടനാ നേതാവ് അടക്കം ഏതാനും മലയാളികൾ ഇത്തരത്തിൽ ഭാര്യമാരുടെ പരാതിയിൽ ജയിലിൽ കയറുകയും ദിവസങ്ങൾക്കകം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൽദോയുടെ കാര്യത്തിൽ ഇത്തരം സഹായമൊരുക്കാൻ ആരും ഉണ്ടായില്ല എന്നാണ് സൂചന. ബന്ധുക്കളിൽ പലരും പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നിയമസഹായം ഒരുക്കിയിരുന്നു എന്നും വ്യക്തമല്ല. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്ന വിവരവും പുറത്തുവരുമ്പോൾ എൽദോയുടെ മരണം സൃഷ്ടിച്ച അഭ്യൂഹങ്ങൾക്കും വിരാമമാകുമെന്നുറപ്പാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 10ഓളം പേരെങ്കിലും അസ്വാഭാവിക സാഹചര്യത്തിൽ UK മരിച്ച നിലയിൽ മലയാളികൾക്കിടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എൽദോയുടെ മരണവിവരം ഇന്നലെ വൈകുന്നേരത്തോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ഇദ്ദേഹത്തിന്റെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം പിറവം സ്വദേശിയായ പ്രിൻസ് എന്ന യുവാവ് ഏതാനും മാസമായി കുടുംബവുമായി ബന്ധമില്ലെന്ന പരാതി നിലനിൽക്കെ പിറവം സ്വദേശി കസ്റ്റഡിയിൽ മരിച്ചെന്ന വാർത്ത പ്രിൻസ് എന്ന യുവാവിന്റെ കുടുംബത്തെയും ആശങ്കയിലാക്കിയിരുന്നു. ഇതേ തുടർന്ന് ബ്രിസ്റ്റോളിൽ നിന്നും ബ്രിക്സ് പ്രസിഡന്റ് സാജൻ മറുനാടൻ മലയാളിയിൽ ബന്ധപ്പെട്ട് മരിച്ചത് പ്രിൻസ് അല്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഇതിനകം എൽദോയുടെ പേരടക്കം പുറത്തു വന്നതിനാൽ ആ വിവരവും സാജനുമായി കൈമാറി. മാസങ്ങൾക്ക് മുൻപ് മാനസിക നില തകരാറിലായ നിലയിൽ കണ്ടെത്തിയ പ്രിൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആരോഗ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചെങ്കിലും പ്രിൻസ് ഇപ്പോൾ അവിടെ നിന്നും കടന്നു കളഞ്ഞുവെന്നാണ് ഇന്ത്യൻ എംബസിക്ക് ലഭിച്ച വിവരം. ഇക്കാര്യം പ്രിൻസിന്റെ കുടുംബത്തെയും ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു.